ഹലോ എവരിവൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കാലം പറഞ്ഞ കഥ എന്ന സിനിമയിലെ ഡയറക്ടറും, പറയുമ്പോ ഡയറക്ടറിന്റെ വൈഫാണ്, അതിന്റെ ഉപരി ഈ സിനിമയിലൂടെ നമ്മുടെ മുന്നിൽ ഒരു ക്യാരക്ടർ ആയിട്ട് എത്തുന്നുണ്ട്. പ്രസാദ് ആൻഡ് ലക്ഷ്മി പ്രസാദ്, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇതാണ് വിശേഷം. അതെ, 6th അതിൽ സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടെ ഒരു കലവ്. ഇപ്പൊ ഒരു പ്രത്യേകതയാണ് ഈ മൂവിയുടെ ഡയറക്ടറാണ്. അതിൽ ഉപരി ഇപ്പൊ ചേച്ചിയാണെങ്കിൽ ഇതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എന്താണ് നമ്മുടെ സിനിമയെ പറ്റി പറയല, ആ ഒരു കണക്ഷൻ? നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ഒരുമിച്ചൊരു മൂവി ചെയ്യുന്നു, ഹസ്ബൻഡ് ഡയറക്ട് ചെയ്യുന്ന മൂവിയിൽ ഒരു കഥാപാത്രമായിട്ട് എത്തുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമയെ പറ്റി പറയാനുള്ളത്? ഇത് കരുനാഗപ്പള്ളി നാടകശാല ഇന്റർനാഷണൽ മൂവീസ് എന്ന് പറഞ്ഞിട്ടൊരു ബാനറിലാണ് ഈ സിനിമ ചെയ്യുന്നത്. നാടക പ്രസ്ഥാനമാണ്. അപ്പൊ ഒരു 10-56 വർഷമായിട്ട് കൊല്ലം അശ്വതി ഭാവന എന്ന് പറഞ്ഞൊരു നാടക സമിതി നടത്തുന്ന ഒരു റിട്ടയർഡ് അധ്യാപകനാണ്, മാസ്റ്ററാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ സിനിമ. അതിന് മുമ്പും നമ്മൾ സിനിമ ഒരു OTT മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊറോണ സമയത്ത് നാടക കലാകാരെ സഹായിക്കാൻ വേണ്ടി ഒരു 100ഓളം നാടക പ്രവർത്തകർ അതിലെ പങ്കെടുക്കുകയും അഭിനയിക്കുകയൊക്കെ ചെയ്തു. അപ്പം അതിനുശേഷം ഇങ്ങനൊരു സിനിമ, ഞാൻ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി നടക്കാറില്ല, സിനിമ ചെയ്യാൻ വേണ്ടി അങ്ങനെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് അങ്ങനെ. ഞാൻ ടെലിവിഷൻ മീഡിയയിലാണ് കൂടുതലും ഷോസുകൾ, റിയാലിറ്റി ഷോസ്. മുമ്പ് ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, നടക്കാതെ പോവുകയും പിന്നെ നമ്മൾ വീണ്ടും ടെലിവിഷൻ രംഗത്ത് കുറച്ച് സജീവമായിട്ട് അങ്ങനെ പോവായിരുന്നു. അവൻ ചിലപ്പോൾ പെൺകുട്ടിയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അതും ഒരു വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി, സെൻസറിങ് നടക്കാതെ പോയി, കേരളത്തിൽ സെൻസർ ചെയ്യാതെ അത് ഹൈദരാബാദിൽ കൊണ്ടുപോയി സെൻസർ ചെയ്ത്, അങ്ങനെ ഒരു വലിയ വിവാദമൊക്കെ ഉണ്ടായ സിനിമയായിരുന്നു. ഇതും ഇപ്പൊ ഈ സിനിമയും ഒരു വിവാദത്തിലേക്കൊക്കെ ഇങ്ങനെ പോവുകയാണ്. കാരണം ഒന്ന്, ഇപ്പം റീസെന്റ് ആയിട്ട് നടന്നൊരു കൊലപാതകം അതിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മളതിൽ ശരിക്കും ആ കഥയല്ല, സമൂഹത്തിൽ ഇപ്പം നമ്മൾ കാണുന്ന പല ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണല്ലോ. അപ്പം ഇത് എങ്ങനെ സംഭവിക്കുന്നു, അതിന്റെ ഒരു പശ്ചാത്തലമാണ് നമ്മൾ ഇതിന്റെ കഥ സിനിമയിലൂടെ പറയുന്നത്. അപ്പൊ ഈ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ തോന്നാം ഇതിങ്ങനെ സംഭവം ഇന്ന സ്ഥലത്ത് നടന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അത് വേറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടല്ലോ എന്ന് കാണുന്നവർക്ക് തോന്നാം. അപ്പം അതിന്റെ ഒരു വിവാദം ഇപ്പം സംസാരത്തിന്റെ അഡ്വക്കേറ്റ് ഒക്കെ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് സിനിമയ്ക്ക്, സിനിമ റിലീസ്. പക്ഷെ നമുക്ക് നമ്മൾ അവരുടെ റിലീജിയനോ അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളോ ഒന്നും നമ്മൾ ഈ സിനിമയിൽ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റൂട്ടിൽ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പം ഇത് ഈ പറഞ്ഞ ഒരു പട്ടാപ്പകല് നടക്കുന്ന 6 കൊലപാതകങ്ങളാണ്. അപ്പം അതിലെ സ്നേഹിച്ച പെൺകുട്ടിയുണ്ട്, പ്രസവിച്ച അമ്മയുണ്ട്, ജീവിതതുല്യം സ്നേഹിച്ച സഹോദരനുണ്ട്, ബന്ധുക്കളുണ്ട്. അപ്പൊ അതെന്താണെന്ന് സംഭവം എന്ന് പറയുമ്പോൾ എല്ലാം ഒരു അഭിമാന പ്രശ്നമാണ്. നമ്മളൊരു വലിയ വലിയ സ്വപ്നങ്ങളിൽ ജീവിക്കുകയും ആ സ്വപ്നങ്ങൾ തകർന്നടിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ, എന്നാൽ ഈ കൊലപാതകങ്ങൾ കൊണ്ടോ മരണം കൊണ്ടോ ഒന്നും അത് ഒരു പരിഹാരമല്ല. നമ്മൾ മനുഷ്യൻ എന്താണ് എങ്ങനെ ജീവിക്കുന്നത്, നമ്മൾ അടുത്ത ശ്രമം നടത്തുക എന്നുള്ളതാണ്. ഇത് നമ്മൾ സമൂഹത്തിന് മുമ്പിൽ വലിയ ആളാണെന്ന് കാണിച്ചിട്ട് പിന്നെ അതല്ല എന്ന് കാണിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ് കൂടുതലും ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്.